അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനുകളെ. ഇതുപോലൊരു മരണത്തിന് എത്ര ആളുകളാണ് കൊതിക്കുന്നത്. മരണം കൊണ്ട് കുടുംബത്തെ സങ്കടപ്പെടുത്തുമെങ്കിലും പക്ഷേ അല്ലാഹു തആല ഇവരുടെ ആ ഒരു മരണത്തിൽ നമുക്കൊക്കെ സന്തോഷവും നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മരണം ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ അതിയായ ആഗ്രഹമാണ്, സ്വപ്നമാണ് നല്ലൊരു മരണം എന്നുള്ളത്. നല്ലൊരു ദിവസം നല്ലൊരു സ്ഥലത്ത് വെച്ച് ഈമാനോടുകൂടി മരണപ്പെടുക. അങ്ങനെ ഒരു മരണം സാധ്യമായിരിക്കുകയാണ് ബി ഫാത്തിമ എന്ന ഈ ഒരു പെരുവള്ളൂർ സ്വദേശിനി. ഹജ്ജ് ചെയ്യണമെന്നുള്ളത് ബി ഫാത്തിമ ഉമ്മയുടെ അതിയായ ആഗ്രഹമാണ്, സ്വപ്നമാണ്. ആ ഒരു സ്വപ്ന സാക്ഷാത്കരണത്തിന് പരിശുദ്ധ ഹജ്ജിനെത്തിയ ഈ ഒരു ഉമ്മ മദീനയിൽ വെച്ച് മരണപ്പെടുകയാണ്. ഹജ്ജിന് കൊതിച്ച് ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജുകാരിയായി നാദിനിലേക്ക് മടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു സൗഭാഗ്യമാണ് ഇവർക്ക് ലഭിച്ചത്. ചില മരണം അങ്ങനെയാണ്. മരണം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് പടച്ചറബ്. എത്ര ആളുകളാണ് ഇതുപോലൊരു മരണത്തെ കൊതിക്കുന്നത്. പടച്ചറബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ബി ഫാത്തിമ പറമ്പിൽ പീടിക പരേതനായ മേലേക്കൊടുശ്ശേരി ഹംസ എന്നവരുടെ ഭാര്യയാണ്. മക്കൾ ഗുലാം, മുഹമ്മദ് ഹനീഫ, ഹസീന, റുക്സാന. പടച്ചറബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. ചില മരണങ്ങൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകും. നമ്മൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറുണ്ട്. പക്ഷെ ചില മരണങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാറുമുണ്ട്. അങ്ങനെ ഒരു മരണം സാധ്യമായിരിക്കുകയാണ് ഈ ഒരു മഹദിക്ക്. പടച്ചറബ് മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കുമാറാകട്ടെ. ആമീൻ. നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയുമുണ്ട്. ഈ ഒരു വാർത്ത നമുക്ക് ഇന്നലെ ലഭിച്ചതായിരുന്നു. നമ്മളിത് കേട്ടതും നമ്മുടെ മാനസികാവസ്ഥ തന്നെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. മക്കളുടെ മരണമാണ്. ഒരുപാട് മക്കളുടെ മരണം തുടരെ തുടരെ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചതാണ്. നമുക്കും മക്കളുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമുക്ക് പറ്റാറില്ല. എത്രയെത്ര മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും പെട്ട് മരണപ്പെട്ടു പോകുന്നത്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പക്ഷെ എന്ത് സംഭവിച്ചിട്ടും ആർക്കും ഒരു കൂസലുമില്ല. മക്കളൊന്നും ഇതറിയുന്നില്ലേ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും? അവരെ കേൾപ്പിക്കണം. അവർ കേൾക്കില്ല എങ്കിലും വെറുതെ ഒന്ന് പറഞ്ഞെങ്കിലും നമ്മൾ കൊടുക്കണം. ഇടിമിന്നലേറ്റ് കഴിഞ്ഞ ദിവസം 4 മക്കൾ മരണപ്പെട്ടത് നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ 2 ചെറിയ മക്കൾ പുഴയിൽ വീണ് മരണപ്പെട്ടത് നമ്മൾ കേട്ടതാണ്. അതിനോടൊപ്പമാണ് ഈ ഒരു വാർത്തയും വരുന്നത്. യാ അല്ലാഹ്, പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഇത് പറയുമ്പോൾ ആവർത്തനമായി പോകും. എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്നും 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നുണ്ടെന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഈ അടുത്തായിട്ട് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവേ വെക്കേഷൻ കാലം വന്നാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കൾ ഒരുപാട് മരണപ്പെട്ടു പോകാറുണ്ട്. ഈ പ്രാവശ്യവും അത് സംഭവിച്ചിരിക്കുകയാണ്. എത്രയെത്ര മക്കൾ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാണ് നമ്മൾ അവരെ. അങ്ങനെയുള്ള നമ്മുടെ മക്കൾ ഇതുപോലെ പെട്ടെന്ന് അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു പോകുമ്പോൾ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റുക? എത്രയെത്ര മാതാപിതാക്കളുടേതാണ് മാനസിക നില തെറ്റിപ്പോയത്. പടച്ചറബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. ഈ ഒരു വാർത്ത നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഈ ഒരു മോൻ്റെ മരണം. നല്ലൊരു സുന്ദരനായ പൊന്നുമോൻ. ആ മാതാപിതാക്കൾ എന്തൊക്കെ ആഗ്രഹിച്ച് വളർത്തിയതായിരിക്കും, എത്ര താലോലിച്ച് ഓമനിച്ച് വളർത്തിയതായിരിക്കും. പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പടച്ചറബ്ബേ. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഈ ഒരു 14 വയസ്സുകാരനായ ഇജാസാണ് ഇന്നലെ അപകടത്തിൽ മരണപ്പെട്ടത്. അപകടമെന്ന് പറയുമ്പോൾ ഈ പൊന്നുമോന് സംഭവിച്ചത് ഇന്നലെ വ്യാഴാഴ്ച വീട്ടിൽ നിന്നും 2 കുട്ടികളോടൊപ്പം ചിരിച്ചും കളിച്ചും കളിച്ചിരി തമാശകൾ പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാ. എന്തിനായിരുന്നു? ചാവക്കാട് കടൽ കാണാൻ പോയതാ. അവിടെ എത്തിയപ്പോൾ ഇവർക്ക് കുളിക്കാൻ തോന്നി. അങ്ങനെ ഈ 3 മക്കളും കടലിലിറങ്ങി. ഏറെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും കുളിക്കാനിറങ്ങിയ മക്കൾ ആ കടൽ പെട്ടെന്ന് ശോഭിതനാവുകയാണ്. ആ കടലിലെ അതിശക്തമായ തിരമാലകൾ ഇവരെ അങ്ങ് മൂടുകയാണ്. ആ മൂവരും തിരമാലകൾക്കുള്ളിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ കുളിക്കാൻ വിടണ്ട എന്നൊന്നും ഞാൻ പറയില്ല. വെറുതെ ചുമ്മാ എങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതുപോലുള്ള അവസ്ഥകൾ കൂടെ കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുളിക്കാൻ പൊക്കോട്ടെ. അത് മുതിർന്നവരുടെ സാന്നിധ്യത്തിലായാൽ ഏറ്റവും നല്ലത്.
അപ്പോൾ പറയും പടച്ചറബിൻ്റെ വിധിയാണെന്ന്. എല്ലാം പടച്ചറബിൻ്റെ വിധി തന്നെ, പടച്ചറബ് അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല എന്ന് വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പടച്ചറബ് പറഞ്ഞിട്ടില്ല. അബദ്ധത്തിലും അപകടത്തിലും ചെന്ന് ചാടിയിട്ട് അത് പടച്ചറബിൻ്റെ വിധിയാണെന്ന് പറയുന്നത് ശരിയാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ശ്രദ്ധിക്കുക, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നല്ലൊരു ആരോഗ്യം തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. കുട്ടികൾ ആ തിരമാലകളിൽ പെട്ടുപോയി ആ കടലിനുള്ളിലേക്ക് അവർ ഒലിച്ചു പോവുകയായിരുന്നു. യാ അല്ലാ, ഇങ്ങനെ ഒരു കാലാവസ്ഥയിലും ഈ മക്കൾ ഇത് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ആരെയാണ് പൈ പറയേണ്ടത്? നീന്തി രക്ഷപ്പെടാനാവാതെ ആരുടെയെങ്കിലും സഹായത്തിന് വേണ്ടി ആ മക്കൾ വിളിക്കുകയാണ്. ആ കരഞ്ഞുകൊണ്ടുള്ള നിലവിളിയും ബഹളവും കേട്ട് അവിടെ നിന്നും ഓടിയെത്തിയ നാട്ടുകാർ 2 മക്കളെ രക്ഷപ്പെടുത്തി. പക്ഷേ നമ്മുടെ ഇജാസിനെ കണ്ടെത്താനായില്ല. ഏകദേശം 1 മണിക്കൂറോളം തിരച്ചിൽ നടത്തി. കരയിൽ കണ്ടു നിൽക്കുന്നവരൊക്കെ പടച്ചറബിനോട് തേടുകയായിരുന്നു, ജീവനോടെ ആ പൊന്നുമോനെ തന്നേക്കണേ റബ്ബേ എന്ന്. ഒടുക്കം തിരച്ചിലിനൊടുവിൽ ആ മോനെ കിട്ടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ആ എടുത്തു വരുന്ന ആ ഒരു രംഗം മനസ്സിൽ നിന്നും പോവില്ല ഒരിക്കലും. ഇങ്ങനെ ഒരു രംഗം കാണാതിരിക്കാൻ വേണ്ടിയാണ് മക്കളെ നിങ്ങളോട് എന്നും മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, അവിടെ പോകല്ലേ എന്നൊക്കെ പറയുന്നത്. മക്കളെ നിങ്ങൾ അനുസരിക്കുക. മാതാപിതാക്കളുടെ പരിഗണന നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിലും ഒരുപാട് ജീവിതം കണ്ടവരാണെന്നെങ്കിലും കരുതി അവരെ അനുസരിക്കുക, മുതിർന്നവരെ അനുസരിക്കുക. ആ കടലിൽ നിന്നും കണ്ടെത്തിയത് ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി. കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരമായിരുന്നു ആ കടലിൽ നിന്നും കിട്ടിയത്. ഇനി ആ ഉമ്മയുടെ വിളി കേൾക്കാൻ പൊന്നുമോനില്ല, മരണപ്പെട്ടു. പോകല്ല മോനെ എന്ന് പറയുമ്പോൾ ഞാൻ പോകുമെന്ന് പറയാനും അവനിനനങ്ങില്ല. പടച്ചറബിലേക്ക് മടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ചെറിയ മക്കളാണ്, പെട്ടെന്ന് എന്തൊക്കെയോ തോന്നുകയാണ്, എന്തൊക്കെയോ കളിച്ചു കളയാമെന്ന് അവർക്ക് തോന്നിപ്പോവുകയാണ്. പ്രായം അതാണ്. നമ്മളൊക്കെ അവരുടെ ബാക്കിലല്ല, അവരുടെ മുന്നിൽ തന്നെ വേണം നമ്മൾ മാതാപിതാക്കൾ. അവർ പലതും പറയും, അത് അവരുടെ ബുദ്ധിക്കനുസരിച്ച് പറയുന്നതാണ്. ആ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ അവനെല്ലാം ഓർമ്മ വന്നിട്ടുണ്ടാകും, അവനെല്ലാം ഓർത്തിട്ടുമുണ്ടാകും. പടച്ചറബ്ബ് ആ പൊന്നുമോൻക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പൊന്നുമോൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ അല്ലാ. ആ പൊന്നുമ്മാൻ്റെ പൊന്നുപ്പാൻ്റെ മനസ്സ് മാറാതെ നീ തന്നെ കാക്കണേ അല്ലാ. പടച്ചറബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.